ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻറോൾ ഐ ഡി മീഷോയിൽ എൻറോൾ ഐ ഡി നമ്പർ എങ്ങനെ എടുക്കാമെന്നുള്ളത് കാണിച്ചിരുന്നു. ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊസീഡ് കൊടുത്താൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഈ OTP വെരിഫിക്കേഷനാണ്. നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP രണ്ടും അതിൻ്റെ സെക്ഷനിൽ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു മെസ്സേജ് വരും. അത് നമ്മളുടെ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഇമെയിലായിട്ടും എൻറോൾ ഐ ഡി നമ്പർ വന്ന് കിടക്കുന്നുണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഹോം പേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻറോൾ ഐ ഡി നമ്പർ, അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെയിമും കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ കൊടുക്കാൻ പറയും. അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ അത് കണ്ടിന്യൂ എന്നുള്ളൊരു ബട്ടൺ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. പിക്കപ്പ് ഡ്രസ്സ്, നമ്മളുടെ പ്രൊഡക്റ്റ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കൊടുക്കുക. അത് നമ്മൾ എൻറോൾ ഐ ഡി നമ്പർ ഫില്ല് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സ് കൊടുത്തതുപോലെ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ അത് യൂസ് അഡ്രസ്സ് രജിസ്റ്റേർഡ് ഓൺ എൻറോൾ ഐ ഡി നമ്പർ അതിൻ്റെ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ ഡീറ്റെയിൽ അതിൽ ഫില്ലായി വരും. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അവിടെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ പറയുന്നത്. ആദ്യം അക്കൗണ്ട് നമ്പർ കൊടുക്കുക, വീണ്ടും അതൊന്നുകൂടെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് IFSC കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ വെരിഫൈ ദ ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ മെയിൻ കാറ്റഗറിയിലേക്ക് പോവുക. സപ്ലയർ ഡീറ്റെയിൽസ്, നമ്മളുടെ സ്റ്റോറിനൊരു നെയിം ഉണ്ടാവില്ല, ആ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ നെയിമും കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആ ഒരു ടാസ്ക് സക്സസ് ആവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഹോം പേജിലേക്കാണ്. നമ്മളുടെ സപ്ലയർ ഹബ്ബ് എന്നുള്ള ഒരു ഹോം പേജിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ബാക്കി വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.